നമുക്കിന്ന് എൻ്റെ കുടുംബവിശേഷം കണ്ടാലോ. ഇതെൻ്റെ അച്ചാച്ചൻ. എൻ്റെ അച്ചാച്ചൻ്റെ 2 അനിയന്മാരാണ് ഇത് രണ്ടും. എൻ്റെ 2 വല്യമ്മമാരും കൂടെ ഉണ്ട്. ഒരു വല്യമ്മേൻ്റെ പേര് വസന്ത വല്യമ്മ, ഒരു വല്യമ്മേൻ്റെ പേര് ചന്ദ്രവല്യമ്മ. ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അവരെ പരിചയപ്പെടാം. ഇവരെ പരിചയപ്പെട്ടിരിക്കോട്ടെ. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത ആളാണ്. എൻ്റെ ഇളയ 2 സഹോദരന്മാരാണ് ഇരിക്കുന്ന 2 ആൾ. ഞാൻ 2ാമത്തെ സഹോദരനാണ്. ഞാൻ ഒരു കമ്പനിയിൽ ഫിനാൻസ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ്. ഞാൻ ദിവാകരൻ. ഇവരെല്ലാം അനുജനാണ്. ഇപ്പം ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഞങ്ങളെ കുട്ടിക്കാലം ഞങ്ങളെ 5 ആളും ഒരു അന്നത്തെ ചെറിയൊരു വീട്ടിലാണ് താമസം. അച്ഛന് ബേക്കറിയായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഉണ്ടായിരുന്നത്. ആ ജോലിയിൽ ഞങ്ങൾ 5 ആളും മുഖ്യ പങ്ക് വഹിച്ച് അതിൽ അമ്മയും അച്ഛനും ഉണ്ടായി. ചായ കച്ചവടം തുടങ്ങി. അവിടുന്ന് തുടങ്ങുമ്പോഴേക്ക് ഇവരൊക്കെ ചെറുദേശം വലിപ്പമായി. പിന്നെ ഞങ്ങളെല്ലാം കുടുംബസമേതം പിന്നെ ആ ചായക്കടയിൽ ജോലിയിലായിരുന്നു. മുഖ്യ പങ്കും രാവിലെ 5 മണിക്ക് പോവും, കടയിൽ പോവും, തിരിച്ച് രാത്രി ഒരു 10 മണിക്കാണ് തിരിച്ചു വരിക. എൻ്റെ ശരിക്ക് മൂത്തത് അശോകനാണെങ്കിലും ഞങ്ങളെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. പക്ഷെ അന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അമ്മയുടെ കല്യാണം ബാൻഡ് മേളത്തോടു കൂടി നടത്തിയ കല്യാണം. അമ്മയുടെ കല്യാണം ഏറ്റവും നമുക്ക് അരിയോ ഗോതമ്പോ ഇതിനൊക്കെ വളരെ ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലത്ത് പിന്നെ ബ്ലാക്കിൽ അരിയൊക്കെ എടുത്ത് ബാൻഡ് മേളത്തോടു കൂടി നടത്തിയ ഒരു കല്യാണമാണ് അമ്മയുടെ കല്യാണം. അത് പിന്നെ അമ്മയുടെ വീട്ടിൽ വെച്ച് കല്യാണം നടന്നു. അച്ഛനന്ന് വളരെ വലിയ ഒരു സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പിന്നീട് പിന്നെ കണ്ണൂർ ബേക്കറിയിലൊക്കെ ജോലി നോക്കി പിന്നീട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് പനിയും അതൊക്കെ പിടിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്താണ് വടക്കയിൽ നമ്മൾ പോകുന്നു. അവിടുന്ന് ഒരു കട വാടകയ്ക്ക് എടുത്ത് അതിൻ്റെ മുകളിൽ ആണ് ആദ്യം കച്ചവടം നടത്തിയത്. അങ്ങനെ മെല്ലെ മെല്ലെ പിന്നീട് ഇവിടെ പുതിയ വലിയ ഓർമ്മത്ത് വന്നു. വലിയ ഓർമ്മത്ത് നിന്ന് ബേക്കറി വീട്ടിൽ തന്നെ ചെറിയൊരു വീടായിരുന്നു ആദ്യം. അത് പിന്നെ മാറ്റി സാമാന്യം ഒരുവിധം ഉള്ള ഒരു വീട് അന്നത്തെ നിലയിൽ ആ വീട്ടിൽ വെച്ച് വലിയൊരു സംവിധാനത്തോടു കൂടി ഒരുപാട് ആളുകളെ വെച്ച് ബേക്കറി സംവിധാനമൊക്കെ നടത്തി കുട്ടിയപ്പം, മിക്സ്ചർ, പൂന്തി, നുറുക്ക്, അങ്ങനെ അച്ഛനറിയാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി നടത്തിയിരുന്ന കാലത്താണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ ഒരു ദത്തുപുത്രനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലെ ദത്തുപുത്രനാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടുന്ന് അവർ കാണാതെ ഒളിച്ചും പാത്തും ഇവിടെ വരും. അപ്പോഴത്തേക്ക് അമ്മാമ്മമാർ വന്നിട്ട് എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടു. അങ്ങനെ വന്ന് അച്ഛൻ പിന്നെ അച്ഛൻ വളരെ അധ്വാനിയായിപ്പോയി. അച്ഛൻ പിന്നെ ഒരു കടയെടുത്ത് അവിടെ നുറുക്കും പിന്നെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കട എടുത്ത് അവിടെ ചായ കച്ചവടം നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് വലിയ രീതിയിൽ ഹോട്ടൽ ബിസിനസ്സും നടത്തി. അച്ഛൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്തുകൊണ്ട് ആണ് ഞങ്ങളെ. അപ്പോൾ അശോകൻ പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് സൂക്ഷ്മമായിട്ടൊന്നും ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. പക്ഷെ അന്നത്തെ കാലത്ത് പുതിയാപ്പിൽ നല്ല സൂക്ഷ്മമായ ജീവിതം നടത്തിയിരുന്ന അച്ഛൻ ഇവിടെ ചായ കച്ചവടം നടത്തിയതിന് ശേഷം വളരെ സൂക്ഷ്മമായിട്ട് പിന്നെ സാധനങ്ങളൊക്കെ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. എല്ലാ സാധനങ്ങളും അത്രയും ഈ പ്രദേശത്തൊക്കെ വളരെ ക്ഷാമം ക്ലേശകരമായ ജീവിതം നയിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബം വളരെ സൂക്ഷ്മമായിട്ട് ജീവിച്ചിട്ട് അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടല്ല, അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. ഞാൻ അതുകൂടാതെ വടക്കയിൽ നിന്ന് കളരികുളത്തിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ എൻ്റെ മൂത്തമ്മ
ആണ് പ്രധാനമായിട്ടും മൂത്തമ്മയും മുത്തപ്പനും. അവരുടെ കൂടെ വളർന്നു, അവിടുന്ന് പഠിച്ച്, അവിടുന്ന് വടക്കയിൽ നിന്നും പഠിച്ചു. പിന്നെ എനിക്ക് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും എല്ലാ ദിവസവും അവിടുന്ന് ഞാൻ രാവിലെ അവിടുന്ന് ഇറങ്ങും, എന്നിട്ട് ഇവിടെ വരും. ഇവിടുന്ന് കോളേജിലോ സ്കൂളിലോ പോയിട്ട് അങ്ങനെ ഒരു ഉലകം ചുറ്റും ബാല്യവനായിട്ടാണ് ഞാൻ വളർന്നത്. അത്രയാണ് എനിക്ക് ഞങ്ങളുടെ ചെറിയ കാലത്ത്. ഇത് എൻ്റെതാണ്. കാരണം ഞാൻ വളർന്നു വരുമ്പോഴേക്ക് ഒരു ഭക്ഷണക്ഷാമമോ ഒരു ക്ഷാമവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. കാരണം സുഭിക്ഷമായിട്ട് ഉള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെത്. കാരണം ഏട്ടൻ അശോട്ടൻ പീഡിയയിലായിരിക്കും, ഗംഗാട്ടൻ അങ്ങ് മടപ്പള്ളി കോളേജിൽ പഠിക്കുന്ന സമയം. ആ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പം അന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ കാര്യത്തിലും ഇവർക്കൊക്കെ ഒന്നും ആ സുഖം കിട്ടി കഴിഞ്ഞതിന് ശേഷം, കാരണം ഒരു നാടകപ്രിയനായിരുന്നു ഞാൻ. അങ്ങനെ 10ാം ക്ലാസ് തോറ്റും പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ പീഡിയയിൽ ഞാൻ പോവും, പക്ഷേ അങ്ങനെ നിൽക്കില്ല, അങ്ങനെ നിൽക്കാറില്ല. പിന്നെ ഈ പിട്ടിൻ്റെ പൊടിയെല്ലാം ഞാനാ വറക്കുക. വൈകുന്നേരം പോയിട്ട് എൻ്റെ ഡ്യൂട്ടി അതാ. അതും കഴിഞ്ഞ് ഞാനും പോയി പിട്ടിൻ്റെ പൊടി വറക്കുക. അതാണ് എൻ്റെ കാര്യമായ ജോലി. ഞാൻ പിന്നെ വയറിങ്ങിൻ്റെ പണിക്ക് പോയി. അങ്ങനെ വയറിങ്ങിൻ്റെ പണിയെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഇതൊരു ശരിയില്ല. എന്തെന്നാ അശോട്ടനോട് തന്നെ പറഞ്ഞു, എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഗൾഫിലേക്ക് പോകാൻ അശോട്ടൻ തന്നെ മുൻകൈ എടുത്ത് ഗൾഫിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അതിന് ശേഷം ഇവിടെ വന്ന് 89, 90 കല്യാണം കഴിഞ്ഞു. പിന്നെ ഇവിടെ അശോട്ടൻ പറഞ്ഞു ഇനി പോകാൻ പറഞ്ഞിട്ട് അന്ന് തിരിച്ച് പോളി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് ആവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പീഡിയൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചാൽ അതില്ല, നിയന്ത്രണം തീരാനില്ല പീഡിയൻ്റെ. പിന്നെ നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും നടത്തി അന്ന് വന്ന് അങ്ങനെ എന്നെ ഓട്ടോയിലായി. ഇന്ന് വരെ ആ പോക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പോക്ക്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ. ചോദിച്ചോ. ആദ്യത്തെ ചോദ്യം, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ കുസൃതി കാണിക്കുന്നത്? കുസൃതി കാണിക്കാൻ എനിക്ക് സമയമില്ല. കുസൃതി കളിക്കുക, കുസൃതി അന്നത്തെ കുസൃതി തന്നെ വലിയൊരു കുസൃതി ഒന്നും ഇല്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കുസൃതി കഴിക്കത്തിൻ്റെ ഏറ്റവും ഇളയ അനിയനുണ്ടാവും. എന്തായാലും ചോദിക്കോ. കുസൃതി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ പിന്നെ ഞങ്ങളെല്ലാം ഒത്തുകൂടി എല്ലാവരും കളിക്കും. അപ്പോൾ ഏറ്റവും കുസൃതിയുള്ള ആള് ഇവര മനസ്സിലായില്ലേ? എന്നെയൊക്കെ നന്നായിട്ട് അടിക്കുകയൊക്കെ ചെയ്തു, മനസ്സിലായി. അപ്പോൾ കുസൃതിക്ക് ഏറ്റവും നമുക്കൊരു വലിയ സിനിമാറ്റിക്കാണ്. ഇവർ രണ്ടാളും പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരപതി ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം എങ്ങാട്ടൻ തന്നെ ഇപ്പം പറഞ്ഞല്ലോ, മൂപ്പരെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബന്ധമില്ലാത്ത ഒരാളല്ലേ ഇവിടെ വന്നത്. ഞാൻ ചെറുതല്ലേ, ഞാനുമായിട്ടൊരു ബന്ധമില്ല. ഇയാൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? പോയി പൊയ്ക്കൊള്ളു പറയും. കല്ലെടുത്തെറിഞ്ഞ് പറഞ്ഞാക്കോ, ഏത് കല്ലെടുത്തെറിഞ്ഞ് പറഞ്ഞാൽ വേറെ അതോടൊന്നും അങ്ങനെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. എനിക്ക് ഇതിനെല്ലാം നേരം ഇത് പറഞ്ഞതൊക്കെ റെഡിയാണ്. അക്ഷരപതി റെഡിയാണ്. പൊന്നോമനല്ലേ? അന്ന് ഈ പൊന്നോമനയും ഇങ്ങനെ താരാട്ട് പാട്ടൊന്നുമില്ല. അന്ന് അച്ഛന് അമ്മക്കും മക്കൾ തുല്യ. അന്ന് എല്ലാവരും ഭക്ഷണം ഒരു കിണ്ണത്തിന് വാരി തിന്നുക. ഇനി തിന്നോന്ന് പറഞ്ഞ് ഇങ്ങനെ പോലെ ഇങ്ങനെ വാരി കൊടുത്ത് തിന്നുന്ന സമ്പ്രദായമൊന്നും അന്നില്ല. നമ്മള് വിശക്കുമ്പോൾ തിന്നുക, കിടന്നുറങ്ങുക, അത് തന്നെ, വേറെ ഒന്നുമില്ല. 3 അല്ല 5 ആള്. ഞാൻ പറയാം അല്ലേ, പൊന്നോമന അച്ഛനും അമ്മക്കും ഞങ്ങളെല്ലാവരും പൊന്നോമനകളായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ പോലെ എന്താ പറയുക, ഒരു പ്രകടനം ഇല്ലേ? വിളിക്കേണ്ട സമയത്ത് അടിക്കൂല, പക്ഷെ അടിക്കാൻ പോകും. അച്ഛൻ്റെ ഇടത് കൈക്കാണ് അച്ഛൻ്റെ ആക്ഷൻ ഉള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ അടിക്കാൻ പോകും. പിന്നെ മുഖമൊക്കെ കാണുമ്പോൾ
നമുക്ക് പേടിയുണ്ടാവും. മനസ്സിലായി? അപ്പോൾ പൊന്നോമന ഞങ്ങളെല്ലാവരും പൊന്നോമനകളായിരുന്നു. ഞാൻ പറയാനല്ലേ, എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. പൊന്നോമൻ ഞാൻ തന്നെയായിരിക്കും. കുട്ടിയായപ്പോ സുന്ദരനായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാവരും സുന്ദരവും സുന്ദരികളെന്ന്. അന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ എല്ലാവരും നല്ല ഗ്ലാമറുള്ള ആൾക്കാരാണ്. നിങ്ങള് അഞ്ചാളും പെങ്ങളും പിന്നെ എല്ലാവരും നല്ല പ്രത്യേക ഒരു സുന്ദരമൊന്നുമില്ല. ഇന്ന് കാണുന്ന അതേ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞത് അന്നത്തെ ഏറ്റവും സുന്ദരൻ ഇത് തന്നെ അശോകൻ. ഏറ്റവും സുന്ദരനായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ശരിക്കും ഒരു ആരാധന പോലെയായിരുന്നു. മനസ്സിലായി? ഞാൻ അശോകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അശോകന് ഒരു ടെർലിൻ്റെ ഷർട്ട് ഉണ്ടായി. ടെർലിൻ ഷർട്ട്, നല്ല പ്രവളാം നിന്നൊരു ഷർട്ട്. അപ്പോൾ ആ ഷർട്ട് ഇട്ട് ഞാൻ അപ്പോൾ അശോകനോട് ചോദിച്ച് ഞാൻ ആ ഷർട്ട് എടുത്തു. അപ്പോൾ ഞാനത് ഇട്ടപ്പോൾ വലിയ പിന്നെ കളസട്ട വലിയ ഉള്ള ഷർട്ടാണ്. അപ്പോൾ അശോകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരൻ തന്നെയായിരുന്നു. നമ്മളൊക്കെ ഒരു ബ്ലാക്ക് കോംപ്ലക്ഷൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ സൗന്ദര്യം വേറെ ഉണ്ട്. അത് പക്ഷെ സുന്ദരൻ സൗന്ദര്യം. അതിലൊരു മാറ്റമില്ല. കാരണം ഇന്നും കണ്ടാൽ മനസ്സിലാവുമല്ലോ, കാണുന്നോണ്ടിരിക്കല്ലോ. ഞാനാ സുന്ദരൻ എന്ന് പറഞ്ഞാല് ഓട്ടാന്നറിയില്ല, നിങ്ങൾ പറയും. എന്നും കാഴ്ചക്ക് സുന്ദരൻ അതോട് തന്നെയാണ്. കാരണം അന്നത്തെ പ്രേരണ ചേർന്നാ പറയാ. അന്ന് പ്രേരണ ചേർന്നു. ഇപ്പൊ സൗന്ദര്യത്തിന് ഒരു കുറവില്ല. നമ്മളെല്ലാം എങ്ങനെ കഴിപ്പിക്കുന്നു. അന്ന് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാനാണ് ഇവരെ കാണില്ല. കാരണം അന്ന് പാൻറ്റൊന്നും ഈ പ്രദേശത്ത് ഞാൻ അന്ന് പാൻറ് 3-4 പാൻറ് എന്റെ കയ്യിൽ നിന്നുണ്ട്. ഞാൻ അത്രയേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി എന്നെ. കാരണം ഡ്രസ്സില് ഞാൻ തന്നെയാണ് അന്ന്. മടിയെന്ന് പറഞ്ഞാൽ എന്തിന് പഠിപ്പിലാണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന്, പഠിക്കുന്നതിന്, കളിക്കുന്നതിന്, അന്ന് ഇതിയായിട്ട് ബന്ധപ്പെട്ടപ്പോ കുറെ മടി വന്നിരിക്കുന്നത്. ഉറങ്ങുന്ന ഒരാളുടെ എപ്പോ ഉറക്ക് ഏറ്റവും ഇടയായ ദിവാകരൻ. അതായത് ഉറക്ക് മുമ്പ് ഒരു പിന്നെ 9 മണി ആയാലേ എണീക്കുള്ളൂ. അപ്പോൾ അതൊരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് കുട്ടിയുടെ പിന്നെ എണീക്കലും വരവും ഒക്കെ. മടി എല്ലാത്തിനും മടി തന്നെയാണ്. ഒരു മടി തന്നെ പറയാം. എല്ലാത്തിനും മുന്നിൽ ഞാൻ തന്നെയാണ്. എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുക ഞാൻ തന്നെ. എന്തായിക്കോട്ടെ, വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ ഞാൻ തന്നെയാണ്. മടിയനാ. മടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. 3 മണിക്കാണ് വീട്ടിൽ വരിക. പിന്നെ ഉറക്കില്ലല്ലോ. സെക്കൻഡ് ഷോ അല്ല സ്ഥലത്താ പോവാണ്. കാരണം വേറെ ഉറങ്ങണോ? ഉറങ്ങിയല്ല നമ്മൾ എണീച്ചു പോവാം. പണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പോകുമ്പോ ബാഗലുണ്ടായിരുന്നു അതായത് പണ്ട് എന്ന് പറഞ്ഞാല് പുസ്തകം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാം. അല്ല, അത് ഓരോരുത്തർ പറഞ്ഞ പറയാം. പുസ്തകം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു സ്കെയിൽ ഉണ്ടാവും, വലിയ സ്കെയിൽ. ആ സ്കെയിലിന്റെ മുകളിൽ പുസ്തകങ്ങൾ അടിക്കും. എന്നിട്ട് അതിനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് ചുമലിൽ വെച്ചിട്ടാണ് നടന്നിട്ട് സ്കൂളിൽ പോകും. ഞങ്ങളൊക്കെ നടന്നിട്ട്. പിന്നെ പുസ്തകം കൊണ്ടുപോകുന്ന സംവിധാനമില്ലേ, അന്ന് പുസ്തകം ഒരു 3-4 പുസ്തകം ഇപ്പത്തെ സ്കെയിലൊന്നും അന്ന് വെച്ച് കിട്ടുന്നില്ല. എടുത്ത് അപ്പാടെ എടുത്ത് വെച്ച്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.